നമസ്കാരം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഫലമറിയാൻ മെയ് 4 വരെ കാത്തിരിക്കണം. അപ്പോഴും കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി തമ്മിലടി എന്നുള്ള തരത്തിൽ വളരെ വ്യാപകമായിട്ടുള്ള സമൂഹ മാധ്യമ പോരുകളൊക്കെ നടക്കുന്നുണ്ട്. വി.ഡി. സതീശനും കെ.സി. വേണുഗോപാലിനും ഒക്കെ വേണ്ടി ഇത്തരത്തിലുള്ള അവരുടെ അണികളോ മറ്റോ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഇതിൽ കൂടുതലും നടത്തുന്നത് ഈ അന്തം കമ്മികളാണ്. ഈ അന്തം കമ്മികളുടെ ഗ്രൂപ്പിൽപ്പെട്ടവരാണ് ഇത്തരത്തിൽ വ്യാജ പ്രചരണങ്ങളൊക്കെ നടത്തുന്നത്. കോൺഗ്രസിൽ നിന്ന് CPM-ലേക്ക് പോയ കെ.വി. തോമസ്, ഈ കെ.വി. തോമസ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരിക്കുന്ന ഒരു കുറിപ്പ് പോലും തെറ്റിദ്ധാരണയുണ്ടാക്കുന്നതാണ്. അത് കോൺഗ്രസിൽ ഇപ്പോഴും മുഖ്യമന്ത്രി സ്ഥാനത്തിനു വേണ്ടി അടിപിടിയാണെന്നും അത് ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു എന്നുമൊക്കെയുള്ള ഒരു ധാരണ പൊതുജനങ്ങളിലേക്ക് ഉണ്ടാക്കാനാണ് ഈ CPM സൈബർ ഇടങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ തർക്കങ്ങൾ ഉണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പക്ഷേ അത് സ്വാഭാവികമായും അവരുടേതായിട്ടുള്ള ആഭ്യന്തര പ്രശ്നമാണ്. അതൊക്കെ അത് മാധ്യമത്തിൽ വലിയ വാർത്തയാക്കേണ്ട കാര്യങ്ങളില്ല, അല്ലെങ്കിൽ സമൂഹ മാധ്യമത്തിൽ അത് ചർച്ചയാക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പാർട്ടിയിലെ ഈ മുഖ്യമന്ത്രി പോരിൽ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് പോലും വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ പ്രകടിപ്പിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് തന്നെ മുഖ്യമന്ത്രിയെ ചൊല്ലി പരസ്യ പ്രതികരണങ്ങളുമായി കോൺഗ്രസ് നേതാക്കൾ ഇറങ്ങിയതിൽ ഘടകകക്ഷികൾക്ക് അതൃപ്തിയുണ്ടെന്നുള്ള ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. മുഖ്യമന്ത്രിയെ കോൺഗ്രസ് ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. അത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഏതാനും നേതാക്കളുടെ പേര് പറഞ്ഞുള്ള ചർച്ചകൾ ഒഴിവാക്കണമെന്ന കർശന നിലപാടിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളും. അവർ ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. UDF-ന് അനുകൂലമായി സംസ്ഥാനത്ത് ഉടനീളം ശക്തമായ തരംഗമുണ്ടെന്നും അനാവശ്യ ചർച്ചകൾ വിജയത്തിൻ്റെ ശോഭ കെടുത്തുമെന്നും ഘടകകക്ഷികൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പരസ്യ പ്രതികരണങ്ങൾ നിയന്ത്രിക്കുന്നതിൽ കോൺഗ്രസ് നേതൃത്വം ഫലപ്രദമായി ഇടപെട്ടില്ലെന്ന അമർഷവും പ്രകടിപ്പിക്കുന്നുണ്ട്. UDF-നായി ലക്ഷക്കണക്കിന് പ്രവർത്തകർ ചെയ്ത ത്യാഗം ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു ലീഗിൻ്റെ നേതാവ് PMA സലാമിൻ്റെ പ്രതികരണം. UDF അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഒരുവിധ ഇടപെടലുകളും പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ലെന്നും ഹൈക്കമാൻഡ് ആരെ തീരുമാനിച്ചാലും അവരെ പിന്തുണയ്ക്കുമെന്നാണ് ലീഗ് പറയുന്നത്. അഭിപ്രായങ്ങൾ പരസ്യമായി പ്രകടിപ്പിക്കുന്നത് പാർട്ടിയിൽ സ്വാഭാവികമാണെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ വാദം. പക്ഷേ നിലവിലെ ചർച്ചകൾ അനാവശ്യ വിവാദത്തിന് വഴി വെച്ചതിൽ നേതൃത്വത്തിന് വളരെ അതൃപ്തിയുണ്ട്. ഈ AP അനിൽകുമാർ കഴിഞ്ഞ ദിവസം പാണക്കാട്ട് എത്തിയിരുന്നു. അവിടെ പാണക്കാട്ടെത്തി തങ്ങളെ കണ്ടത് കെ.സി. വേണുഗോപാലിന് പിന്തുണ തേടിയാണെന്നുള്ള ഒരു വിമർശനം പാർട്ടിയിൽ ഒരു വലിയ വിഭാഗം ഉന്നയിക്കുന്നുണ്ട്. പരസ്യ പ്രതികരണങ്ങൾ ഒഴിവാക്കണമെന്ന് നേതൃത്വം കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ അനുസരിക്കാൻ K. സുധാകരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പോലും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള മറ്റൊരു കാര്യം. പ്രതികരണത്തിനായി മാധ്യമങ്ങൾ സമീപിക്കുമ്പോൾ അദ്ദേഹം നടത്തുന്ന പരാമർശങ്ങൾ കൂടുതൽ ചർച്ചകൾക്ക് വഴി തുറക്കുന്നുവെന്ന വിമർശനം നേതാക്കൾക്കിടയിൽ തന്നെയുണ്ട്. ഇതിനിടയിലാണ് വിഷയത്തിൽ പ്രതികരിച്ചും സംസ്ഥാന നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ടും MK രാഘവൻ MP രംഗത്ത് വന്നത്. മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച് മുതിർന്ന നേതാക്കൾക്കിടയിൽ ഒരുവിധ ചർച്ചയും ഇതുവരെ നടന്നിട്ടില്ലെങ്കിലും അവരുമായി അടുപ്പം പുലർത്തുന്നവരും അണികളും സമൂഹ മാധ്യമങ്ങളിൽ അടക്കം നടത്തുന്ന പ്രതികരണങ്ങളാണ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നത്. ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ ഈ അവസരത്തിൽ ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. സുധാകരനെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് ഒപ്പം നിന്നിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹം മാറിയത് കെ.സി. വേണുഗോപാലിലേക്ക് എത്തുമ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നു എന്നുള്ള ഒരു ബോധ്യം ജനങ്ങൾക്കും അണികൾക്കും ഉണ്ടാകും. അത് കോൺഗ്രസ് പാർട്ടിയോടുള്ള വരാൻ പോകുന്ന സർക്കാരിനോടുള്ള വിശ്വാസ്യത ഇല്ലാതാക്കും. ഇതൊക്കെ ശ്രദ്ധിക്കാതെയാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, കെ.സി. വേണുഗോപാലിനും വി.ഡി. സതീശനും വേണ്ടി വളരെ വ്യാപകമായിട്ടുള്ള സമൂഹ മാധ്യമ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അവരുടെ അറിവോടുകൂടി അല്ലാതെയാണ് ആ പ്രചരണം നടക്കുന്നതെങ്കിൽ അവർക്ക് തീർച്ചയായും പറയാം, നിങ്ങൾ ഞങ്ങളുടെ പേരിൽ പോരടിക്കേണ്ട യാതൊരു കാര്യവുമില്ല, അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ ഒഴിവാക്കണം എന്നവർക്ക് പറയാം. പക്ഷേ ഒരൊറ്റ അക്ഷരം ഇവർ രണ്ടുപേരും മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ താൻ മുഖ്യമന്ത്രിയാകാനില്ല എന്ന് മലയാള മനോരമയ്ക്ക് കൊടുത്ത ഒരു അഭിമുഖത്തിൽ കെ.സി. വേണുഗോപാൽ തുറന്നു പറഞ്ഞിരുന്നു. പക്ഷേ അതൊരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നതല്ല. അദ്ദേഹത്തിന് ഒരുപക്ഷെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കാം. അദ്ദേഹത്തിന് എന്നല്ല, എല്ലാവർക്കും അത്തരത്തിലുള്ള നേതാക്കൾക്കും അത്തരത്തിലുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരിക്കാം. ഈ ചർച്ചകൾ നടത്തുന്നത്, അതായത് തമ്മിലടി ഉണ്ട് എന്നുള്ള വ്യാപകമായിട്ടുള്ള ഒരു പ്രചരണം നടത്തുന്നത് ഈ ഇടത് സൈബർ സഖാക്കളാണ് എന്നുള്ളതാണ് ഒരു വാസ്തവം. അത് പൊതുജനങ്ങൾക്ക് ഏകദേശം മനസ്സിലായി വരുന്നുമുണ്ട്. കാരണം ഇവർക്ക് എങ്ങനെയെങ്കിലും ഒരു തമ്മിലടി ഉണ്ടാക്കുക, കോൺഗ്രസിൽ പ്രശ്നമാണ്, കോൺഗ്രസിലെ ഇത്തരം തമ്മിലടിയും അധികാര വടംവലിയും ഒരു കാലത്തും തീരില്ല എന്നും ഉള്ള തെറ്റിദ്ധാരണ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ മെയ് 4 വരെ കാത്തിരുന്നതിന് ശേഷം ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നത് ആരെയാണോ, അന്ന് UDF അധികാരത്തിൽ വരികയാണെങ്കിൽ, അവർക്ക് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നത് ആരെയാണോ അത് അംഗീകരിക്കാനാണ് എല്ലാ നേതാക്കൾക്കും ബാധ്യത. അതുവരെ കാത്തിരിക്കാൻ പല നേതാക്കളും തയ്യാറാവുമാണ്. K. മുരളീധരൻ
ഉൾപ്പെടെയുള്ള രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള പല മുതിർന്ന നേതാക്കളും വളരെ പക്വമായിട്ടുള്ള മറുപടികൾ പറഞ്ഞ് മാധ്യമപ്രവർത്തകരുടെ വായടപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത് ഈ അന്തം കമ്മികളാണെന്നുള്ള ഒരു യാഥാർത്ഥ്യം ഈ അണികളും ജനങ്ങളും അത് മനസ്സിലാക്കണം.